ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് ഏറെ സന്തോഷമുള്ള ഒരു വീഡിയോ ചെയ്യാനാണ്. അത് മറ്റാരെക്കുറിച്ചുമല്ല, ക്യുറസാവോയുടെ ഗോൾ കീപ്പർ എലോയ് റൂമിനെ കുറിച്ച്. എലോയ് റൂം ആ പേര് ഇന്ന് ഇക്വഡോറിനെതിരെ കളിച്ചതോടുകൂടി ലോകം മുഴുവൻ പ്രചരിച്ചിരിക്കുകയാണ്. മറ്റൊരു ഗോൾ കീപ്പറുടെ പേര് നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പാണ് ലോകം മുഴുവൻ കേട്ടു തുടങ്ങിയത്, കേപ്പ് വെർദെയുടെ വൊസീഞ്ഞ ഇന്ന് ലോകപ്രസിദ്ധനാണ്, സോഷ്യൽ മീഡിയയിലെ വലിയ താരമാണ്. അടുത്ത ഗോൾ കീപ്പറുടെ പേര് വരുന്നു, അതും കേപ്പ് വെർദെ പോലെ തന്നെ ഒരു കുഞ്ഞൻ രാജ്യം ക്യുറസാവോ. കേപ്പ് വെർദെ പോലെ തന്നെ ആദ്യമായിട്ട് ലോകകപ്പ് കളിക്കുന്നു, അത്ഭുതകരമായി ലോകകപ്പിലേക്ക് യോഗ്യത നേടി വന്ന ടീം. ആ ക്യുറസാവോ ഇന്ന് ഇക്വഡോറിനെതിരെ ഗോൾ രഹിത സമനില പിടിച്ചു വാങ്ങുമ്പോൾ ആ സമനിലയുടെ പൂർണ്ണ അവകാശി എന്ന് തന്നെ പറയാവുന്നത് ക്യുറസാവോയുടെ ഗോൾ കീപ്പർ എലോയ് റൂമാണ്. എന്തൊരു കളിക്കാരനാണ് എലോയ് റൂം, എന്തൊരു ഗോൾ കീപ്പറാണ് എലോയ് റൂം, എന്തൊരു നിശ്ചയദാർഢ്യമാണ്, എന്തൊരു ഇച്ഛാശക്തിയാണ് എലോയ് റൂമിന്. ഈ കളിയിൽ നടത്തിയത് 15 സേവുകളാണ്, 15 അത് ലോകകപ്പിലെ റെക്കോർഡുകളിൽ രണ്ടാമത്തെ റെക്കോർഡാണ്. ഏറ്റവും കൂടുതൽ ഒരൊറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സേവ് നടത്തിയ ഗോൾ കീപ്പർമാരിൽ രണ്ടാമനായിട്ടാണ് ഇപ്പോൾ എലോയ് റൂം നിൽക്കുന്നത്. ഒന്നാമൻ ടിം ഹൊവാർഡാണ്, അമേരിക്കയുടെ ടിം ഹൊവാർഡ്. 2014 ലോകകപ്പിൽ, ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ ടിം ഹൊവാർഡ് ഉണ്ടാക്കിയ റെക്കോർഡ് 16 സേവുകളുടേതായിരുന്നു. അതിൽ നിന്ന് ജസ്റ്റ് ഒരൊറ്റ സേവിൻ്റെ കുറവേ ഉള്ളൂ എലോയ് റൂമിന്. എന്തൊരു ചരിത്രമാണ്. എങ്ങനെയാണ് എലോയ് റൂം, ആ എലോയ് റൂം ആരാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. എലോയ് റൂമിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. 37 വയസ്സാണ് എലോയ് റൂമിന്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഗോൾ കീപ്പറാണ്. പ്ലേസ് ഫോർ ദ USL ചാമ്പ്യൻഷിപ്പ് ക്ലബ് മിയാമി FC, അതായത് പ്ലേസ് ഫോർ ദ USL ചാമ്പ്യൻഷിപ്പ് ക്ലബ് മിയാമി FC, USL ചാമ്പ്യൻഷിപ്പിലെ ക്ലബ്ബായ മിയാമി FCക്ക് വേണ്ടിയിട്ടാണ്. ഇന്റർ മിയാമി അല്ല, ഇന്റർ മിയാമി മെസ്സിയുടെയാണ്, അത് വേറെ. അദ്ദേഹം 2015 അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഈ കളിക്ക് മുമ്പ്, ഇക്വഡോറിന് മുൻപ് വരെ 73 കളികളാണ് അദ്ദേഹം ക്യുറസാവോയ്ക്ക് വേണ്ടി കളിച്ചത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ജനിച്ചതും വളർന്നതുമൊക്കെ നെതർലൻഡ്സിലാണ്. നെതർലൻഡ്സിലെ നിജിമെഗൻ എന്ന് പറയുന്ന സ്ഥലത്താണ് എലോയ് റൂം ജനിച്ചത്. അദ്ദേഹം അണ്ടർ 20, അതായത് നെതർലൻഡ്സിന് വേണ്ടി അണ്ടർ 20 ലെവലിൽ കളിച്ചിട്ടുണ്ട്. അണ്ടർ 20 അദ്ദേഹം നെതർലൻഡ്സിന് വേണ്ടിയാണ് കളിച്ചത്. പിന്നീട് ക്യുറസാവോയുടെ ഹെഡ് കോച്ച് പാട്രിക് ക്ലൈവേർട്ട്, നമുക്ക് കേട്ടിട്ടുണ്ട് പാട്രിക് ക്ലൈവേർട്ടിനെ ഇല്ലേ, നെതർലൻഡ്സിൻ്റെ ഒരു കാലത്തെ സൂപ്പർ താരമായിരുന്നു. ആ പാട്രിക് ക്ലൈവേർട്ട് ക്യുറസാവോൻ്റെ കോച്ചായി വന്നപ്പോൾ അദ്ദേഹം എലോയ് റൂമിനെ പറഞ്ഞ് മനസ്സിലാക്കി. അതായത് അദ്ദേഹത്തിൻ്റെ കരീബിയൻ റൂട്ടുകൾ നിലനിർത്തി, അതായത് കരീബിയൻ വേരുകൾ നിലനിർത്തി ക്യുറസാവോയ്ക്ക് വേണ്ടി കളിക്കണമെന്ന് പാട്രിക് ക്ലൈവേർട്ടാണ് എലോയ് റൂമിനെ പറഞ്ഞ് മാറ്റുന്നത്. പാട്രിക് ക്ലൈവേർട്ട് ക്യുറസാവോയുടെ കോച്ചായി വന്നപ്പോൾ അദ്ദേഹം ക്ലബ് ഫുട്ബോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എറഡിവൈസി ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് കളിക്കുന്നത്. നെതർലൻഡ്സിലെ തന്നെയാണ് അത്. എറഡിവൈസി ക്ലബ്ബ് വിറ്റസെ, അതാണ് അതിൻ്റെ മുഴുവൻ പേര്, എറഡിവൈസി ക്ലബ്ബ് വിറ്റസെ. അപ്പോൾ അത് നെതർലൻഡ്സിലെ ക്ലബ്ബായിരുന്നു. പിന്നീട് അദ്ദേഹം MLS മേജർ ലീഗ് സോക്കറിലേക്ക്, അമേരിക്കയിലെ മേജർ ലീഗ് സോക്കറിലേക്ക് കൊളംബസ് ക്രൂ എന്ന ക്ലബ്ബിലേക്ക് വരുന്നു. ലൈറ്റർ ജോയിൻഡ് മിയാമി FC. പിന്നീട് അദ്ദേഹം മിയാമി FCയിലേക്ക് കൂടുമാറുന്നു. അദ്ദേഹം എന്തായാലും ഈ നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കളി, അദ്ദേഹം എത്ര ഗംഭീരമായിട്ട് ക്ലബ് ലെവലിലൊക്കെ ചെറിയ ക്ലബ്ബുകളിലാണ് കളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അന്നേ തൻ്റെ പൊട്ടൻഷ്യൽ തെളിയിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വലിയ രീതിയിൽ കഴിവുണ്ടെന്ന് അന്നു തന്നെ അദ്ദേഹത്തിനോടൊപ്പം കളിച്ചിരുന്നവർക്കൊക്കെ മനസ്സിലായിരുന്നു. എന്തായാലും എലോയ് റൂം എന്ന നെതർലൻഡ്സുകാരൻ ഇന്ന് ക്യുറസാവോയുടെ ഹീറോ ആണ്, സൂപ്പർ ഹീറോ ആണ്. അണ്ടർ 20 വരെ നെതർലൻഡ്സിന് വേണ്ടിയാണ് കളിച്ചത്. പിന്നീടാണ് പാട്രിക് ക്ലൈവേർട്ട് ക്യുറസാവോൻ്റെ കോച്ചായപ്പോഴാണ് അദ്ദേഹം ക്യുറസാവോയിലേക്ക് മാറിയത്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ എലോയ് റൂമിൻ്റേതായിരിക്കും സോഷ്യൽ മീഡിയ. നേരത്തെ കേപ്പ് വെർദെയുടെ വൊസീഞ്ഞയെ പോലെ നമുക്ക് അതും ആഹ്ലാദത്തോടെ ആഘോഷിക്കാം.